ഇതൊക്കെ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് അറിയാത്തത്. ഈ സലാർ ഉണ്ടല്ലോ, 100-200 പേരുടെ കൂടെ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലെയല്ല OTT-യിൽ നമ്മൾ കാണുമ്പോൾ. ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ പ്രഭാസിന്റെ കാര്യമാണ് ഏറ്റവും കഷ്ടം. ബാഹുബലിക്ക് ശേഷം അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇപ്പൊ പിള്ളേരെ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചത് 3 മണിക്കൂറുള്ള സിനിമയിൽ പ്രഭാസിന് ആക്ച്വലി 2 മിനിറ്റ് 33 സെക്കൻഡ് മാത്രമേ ഡയലോഗ് ഉള്ളൂ. അതിൽ തന്നെ ഒരു മാസമായിട്ടുള്ള ഒരു ഡയലോഗ് ഓർത്തു വെക്കാൻ പറ്റിയ ഒരു ഡയലോഗ് പോലും അതിലില്ല. ഇതിപ്പോ 2 മിനിറ്റ് കൂട്ടിയാലും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞങ്ങൾ സലാർ ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വലിയ സീരീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറി എടുത്തിട്ട് കുറെ മാസമൊക്കെ കുത്തിക്കയറ്റി ആവശ്യമില്ലാതെ കുറെ ഞെട്ടിപ്പിക്കുന്ന സീനുകളൊക്കെ വെച്ച് ഒരു സിനിമ ആക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഈ KGF ഒക്കെ പോലെ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റോറി എടുത്ത് അതിന് ഡെവലപ്പ് ചെയ്ത് മേക്കിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കായിരുന്നു പ്രശാന്ത് നീലിന്. OTT-യിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം തോന്നിയത്.